വീണ്ടും ഒരിക്കൽ കൂടി കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ മധ്യമത്തിലെ പുണ്യഭൂമിയായ ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം വന്നെത്തിയിരിക്കുകയാണ്. പൊങ്കാല മഹോത്സവം അരങ്ങേറുമ്പോൾ നാം പലരും വിസ്മരിക്കുന്ന ഒന്നാണ് ആധുനിക ശാസ്ത്രത്തെ തറപറ്റിച്ച പൊങ്കാലയുടെ മാഹാത്മ്യം. പലർക്കും അറിവില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ അത് വളരെ വിശദീകരിക്കേണ്ടതുണ്ട്. 2007 സംഭവം നടക്കുന്നത്. ഭാരതത്തിലെ പ്രധാന നഗരങ്ങളിൽ വായു മലിനീകരണം അളക്കാൻ ലോകബാങ്ക് സഹായത്തോടെ അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയും IIT ചെന്നൈയും ചേർന്ന് ഒരു ഗവേഷണ പ്രോജക്റ്റ് നടത്തുന്നു. ഡൽഹി, ബോംബെ, ചെന്നൈ എന്നീ നഗരങ്ങളെ അപേക്ഷിച്ച് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സസ്പെൻഡഡ് പാർട്ടിക്കുലർ മാറ്റർ എന്നീ മാരക വസ്തുക്കൾ താരതമ്യേന കൂടുതലാണ് തിരുവനന്തപുരത്ത് എന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. എല്ലാ ആഴ്ചയും പരിശോധിക്കുമ്പോൾ പൊല്യൂഷൻ റീഡിങ്സ് ഒരുപോലെ തന്നെ. 5 മുതൽ 10% വരെ കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പൊല്യൂഷൻ മീറ്റർ പ്രവർത്തനരഹിതമായതായി കണ്ടു. റീഡിംഗ് ഒന്നും ലഭിക്കുന്നുമില്ല. എല്ലാ പൊല്യൂഷൻ റീഡിങ്സും 0-ആണ്. ഭീഷണരായ ഗവേഷകർ ഉപകരണത്തിൻ്റെ നിർമ്മാതാക്കളായ സിമൻസ് കമ്പനിയെ വിളിച്ച് കേടുവന്ന പൊല്യൂഷൻ മീറ്റർ റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവരുടെ ടെക്നീഷ്യൻ ഉടൻ തന്നെ വിമാനത്തിലെത്തി റിപ്പയർ പണി തുടങ്ങി. പക്ഷേ സിമൻസ് ടെക്നീഷ്യൻ എത്ര ശ്രമിച്ചിട്ടും യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നീട് മുംബൈയിലെ സിമൻസ് ചീഫ് എഞ്ചിനീയറെ വിവരമറിയിച്ചു. ടെക്നീഷ്യൻ്റെ കഴിവുകേടിൽ കുപിതനായ അദ്ദേഹം ഉടൻ തന്നെ അടുത്ത വിമാനത്തിൽ സഹായികളും വേണ്ടത്ര യന്ത്രസാമഗ്രികളുമായി തിരുവനന്തപുരത്തെത്തി. 2 ദിവസം ഉറക്കമില്ലാതെ പരിശ്രമിച്ചിട്ടും ഉപകരണത്തിലെ തകരാറ് പരിഹരിക്കാനായില്ല. എന്തൊക്കെ ചെയ്തിട്ടും പൊല്യൂഷൻ മീറ്റർ റീഡിംഗ് ഒന്നുമില്ല. എല്ലാ റീഡിങ്സും 0 തന്നെ. സിമൻസ് കമ്പനി ധർമ്മസങ്കടത്തിലായി. ഗവേഷണ പ്രോജക്റ്റിൽ തടസ്സം വന്നതിനാൽ മിഷിഗൺ സർവകലാശാലയും IIT ചെന്നൈയും നിത്യേന സിമൻസ് കമ്പനിയെ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ കമ്പനിക്കാർ കമ്പനിയുടെ ഹോങ്കോങ് ഓഫീസിനെ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന് വരാൻ അപേക്ഷിക്കുകയും ചെയ്തു. അവർ ഉടനെ മറ്റെല്ലാ പണികളും മാറ്റിവെച്ച് വലിയ ബോയിങ് 373 വിമാനത്തിൽ പ്രത്യേകം ചാർട്ടർ ചെയ്ത് വലിയ എഞ്ചിനീയറിംഗ് സംഘവും യന്ത്രങ്ങളുമായി തിരുവനന്തപുരത്തെത്തി. അന്ന് തന്നെ റിപ്പയർ പണി തുടങ്ങുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. മിടുക്കനായ അവരുടെ ജർമ്മൻ എഞ്ചിനീയർക്ക് ഒരു ഉപായം തോന്നി. തിരുവനന്തപുരത്തെ കേടായ ഉപകരണം എടുത്ത് കമ്പനി വിമാനത്തിൽ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. കേടായ ഉപകരണം ബാംഗ്ലൂരിൽ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്. മഹാത്ഭുതം എന്ന് തന്നെ പറയട്ടെ. എന്തുകൊണ്ടാണ് യന്ത്രം തിരുവനന്തപുരത്ത് കേടുവന്നതെന്നും അത് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ശരിയായി എന്നും മിടുക്കനായ എഞ്ചിനീയർക്ക് മനസ്സിലായില്ല. ജർമ്മൻ എഞ്ചിനീയർ ഉടനെ ബാംഗ്ലൂരിലുള്ള ശരിയായി പ്രവർത്തിക്കുന്ന ഉപകരണം എടുത്ത് തിരുവനന്തപുരത്ത് വന്നു. വീണ്ടും ആശ്ചര്യം, ഉപകരണം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇതെന്ത് കഥയെന്ന് കരുതി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കമ്പനി വീണ്ടും ഞെട്ടിപ്പോവുകയും ചെയ്തു. വീണ്ടും പൊല്യൂഷൻ മീറ്റർ റീഡിംഗ് ഒന്നുമില്ല. എല്ലാം 0-ൽ തന്നെ നിൽക്കുന്നു. പിന്നീട് കമ്പനിക്കാർ വിഷമത്തിലായി. ഹോങ്കോങ്ങിലെ ടെക്നീഷ്യൻ ഡയറക്ടർ എഞ്ചിനീയർമാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ടെക്നിക്കൽ വിദഗ്ധർ കരയാൻ തുടങ്ങി. ചീഫ് എഞ്ചിനീയർ രാജിക്കുമൊരുങ്ങി. ആകെ പ്രശ്നം തന്നെ. പിന്നീട് കമ്പനിയിലെ മിടുക്കനായ ജർമ്മൻ എഞ്ചിനീയർ അപ്പോഴാണ് ശ്രദ്ധിച്ചത് പരിസരത്ത് മുഴുവൻ സ്ത്രീജനങ്ങൾ റോഡരികിൽ അടുപ്പ് കൂട്ടിവെച്ച് എന്തോ പാചകം ചെയ്യുകയാണ്. എന്താണ് സംഗതി എന്നറിഞ്ഞപ്പോൾ മനസ്സിലായി, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതിയുടെ പൊങ്കാല മഹോത്സവമാണ്. കൗതുകം തോന്നിയ ജർമ്മൻ എഞ്ചിനീയർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ആശ്രയിപ്പോർക്ക് അഭയമരുളുന്ന സർവാഭിഷ്ടദായിനിയായ ജഗദംബിയുള്ള വഴിപാടാണെന്ന്. ഉടൻ തന്നെ കമ്പനി എഞ്ചിനീയർ ആറ്റുകാലിലെ മുഖ്യ തറവാടായ മുല്ലുവീട്ടിലെ കാരണവരെ കാണാൻ പോയി. തങ്ങളുടെ വില കൂടിയ ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും തങ്ങൾ വളരെ വിഷമത്തിലാണെന്നും അദ്ദേഹത്തോട് ബോധിപ്പിച്ചു. ഒരു ചെറുമന്ദഹാസത്തോടെ മുല്ലുവീട്ടിൽക്കാരനവർ വിശദീകരിച്ചു. പാതിവ്രത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതിയെന്നും മധുര നഗരദഹനത്തിന് ശേഷം കന്യാകുമാരിയിലൂടെ കേരളക്കരയിൽ പ്രവേശിച്ച കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ തങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഭഗവതിക്ക് പൊങ്കാല കൊണ്ടാടുമ്പോൾ അന്തരീക്ഷത്തിൽ വായുമലിനീകരണം ഒട്ടും ഉണ്ടാവാറില്ല. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം ഭഗവതിക്ക് പൊങ്കാല നിവേദിക്കുമ്പോൾ അടുപ്പിൽ നിന്നും കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. പകരം അന്തരീക്ഷത്തിൽ നിന്ന് വിഷവാതകങ്ങൾ വലിച്ചെടുത്ത് ശുദ്ധമായ ഓക്സിജൻ പുറത്തുവിടുന്നു. ഇത് കാരണം അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാകുകയില്ല. നിങ്ങളുടെ കമ്പനിയുടെ ഉപകരണങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ മലിനീകരണം ഒട്ടും ഇല്ലാത്തതിനാലാണ് നിങ്ങളുടെ ഉപകരണത്തിൽ 0 റീഡിംഗ് ലഭിക്കുന്നതെന്നും മുല്ലുവീട്ടിൽ കാരണവർ വിശദീകരിച്ചു. എഞ്ചിനീയർക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഹിന്ദുക്കളുടെ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് അയാൾ പുച്ഛത്തോടെ നടന്നുപോയി. മുല്ലുവീട്ടിൽ കാരണവർ പുഞ്ചിരിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയുമില്ല. 2 ദിവസം കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ജർമ്മൻ എഞ്ചിനീയർ റിപ്പയർ പണി പുനരാരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്തെ ഉപകരണങ്ങൾ വീണ്ടും ശരിയായി പ്രവർത്തിക്കുന്നു. ഇതെന്ത് മറിമായും. തങ്ങളുടെ പൊല്യൂഷൻ മീറ്റർ തിരിച്ചും മറിച്ചും നോക്കുകയുണ്ടായി അവർ. ഒരു മാറ്റവുമില്ല. ടെക്നീഷ്യൻ ഡീറ്റെയിൽസ് ഒന്നും മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു? വളരെ വിഷണ്ണനായി കിടന്നുറങ്ങിയ ജർമ്മൻ എഞ്ചിനീയർ രാത്രി ഒരു സ്വപ്നം കണ്ടു. മനോഹരമായ ഒരു ക്ഷേത്രം. ശ്രീകോവിലിനുള്ളിൽ രത്നങ്ങൾ പതിച്ച
സ്വർണ്ണ അങ്കി കൊണ്ട് ആവരണം ചെയ്ത ഭഗവതിയുടെ വിഗ്രഹം. ചുറ്റമ്പലത്തിന് അകത്തായി വടക്ക് പരമശിവന്റെ പ്രതിഷ്ഠ, തെക്ക് ഗണപതി, കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്ന സർവാഭരണ വിഭൂഷിതയായ ദേവി. ക്ഷേത്രത്തിൽ ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും നടക്കുന്നു. വ്രതമെടുത്ത് ശുദ്ധിയോടെ റോഡരികിൽ അടുപ്പുകൂട്ടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കുന്നു. അടുപ്പിൽ വിറക് കത്തുന്നു, പക്ഷേ പുക വരുന്നില്ല. ശുദ്ധമായ ഓക്സിജൻ എങ്ങും പരക്കുന്നു. അനന്തപുരി മുഴുവൻ അത് പരന്നുകൊണ്ടേയിരിക്കുന്നു. അതാ കൺമുന്നിൽ ഭഗവതിയുടെ രൂപം തെളിയുന്നു. സ്നേഹത്തോടെ ഭഗവതി അയാളോട് പറഞ്ഞു, മകനെ, നിന്റെ യന്ത്രങ്ങൾക്ക് യാതൊരു തകരാറുമില്ല. നീ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ശാന്തമായി ഉറങ്ങൂ എന്നും. ഉറക്കത്തിൽ നിന്ന് ജർമ്മൻ എഞ്ചിനീയർ ഞെട്ടി എഴുന്നേറ്റു. എല്ലാ തെറ്റുകളും പൊറുക്കണമെന്ന് ഏറ്റുപറഞ്ഞ് ഭഗവതിയെ വണങ്ങി. തൻ്റെ ശാസ്ത്രത്തിനും യന്ത്രങ്ങൾക്കും ഉപരിയായി ചില പ്രപഞ്ച സത്യങ്ങൾ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു അതോടെ. രാവിലെ തന്നെ ടൂറിസ്റ്റുകാർ എടുത്ത് ആറ്റുകാൽ മുല്ലുവീട്ടിൽ കാരണവരെ സന്ദർശിച്ചു. ആ വയോവൃദ്ധൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ഒന്നും സംസാരിക്കാതെ പറയാതെ തന്നെ കാരണവർക്ക് എല്ലാം മനസ്സിലാകുകയും ചെയ്തു. അദ്ദേഹത്തെ മനസ്സ് നിറഞ്ഞ് കാരണവർ അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ആറ്റുകാൽ താലപ്പൊലി കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകുന്നത് സിമൻസ് എന്ന ബഹുരാഷ്ട്ര ഭീമന്റെ ഹോങ്കോങ് ഓഫീസാണ്. മാത്രമല്ല, കമ്പനി അടുത്തിടെ ഒരു പുതിയ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ മാർക്കറ്റിൽ പുറത്തിറക്കുകയും ചെയ്തു. അതിൻ്റെ പേരും ആറ്റുകാൽ CO 487 സീരീസ് എന്നായിരുന്നു.